തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും വജ്രവും നഷ്ടമായിരിക്കുന്നുവെന്ന് വാർത്ത പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ്. ഇപ്പോഴും രാജകുടുംബം എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുടുംബത്തിന് സർവ്വ സ്വാതന്ത്ര്യമുള്ള ക്ഷേത്രത്തിൽ നിന്നുമാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് കാര്യമായ റോളൊന്നും ഇല്ലാത്ത ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് DGP നൽകിയ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറും. സുപ്രീം കോടതി പരിഗണിക്കുന്ന വിഷയമായതിനാൽ സർക്കാർ ഇതിൽ തീരുമാനമെടുക്കും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതിയുടെ അടിയന്തര യോഗം നടക്കാനിരിക്കെയാണ് റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രിക്ക് കൈമാറുന്നത്. കോടികൾ വിലയുള്ള അമൂല്യമായ പല വസ്തുക്കളും ക്ഷേത്രത്തിൽ നിന്നും കാണാതായി എന്നാണ് DGP റിപ്പോർട്ട് വിശദമാക്കുന്നത്. സ്വർണ്ണവിളക്ക് അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിയെങ്കിലും അത് പിന്നീട് കാണാതാവുകയായിരുന്നു. അതിനു പകരം ഔദ്യോഗിക രേഖകളില്ലാത്ത വെള്ളി വിളക്ക് അവിടെ കൊണ്ടുപോയി വെച്ചു. കൂടാതെ വൈര നമ എന്ന ആഭരണം 6 മാസമായി കാണാനില്ലെന്നും റിപ്പോർട്ടിൽ വിശദമായി പറയുന്നു. രാജകുടുംബവുമായി ബന്ധപ്പെട്ടതെന്ന പേരിൽ പലരും വളരെ സ്വാതന്ത്ര്യത്തോടെ ക്ഷേത്രത്തിൽ പരിശോധനകൾ ഒന്നും ഇല്ലാതെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ക്ഷേത്രത്തിലെ ചില ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും രാജകുടുംബവുമായി അടുപ്പമുള്ളവരും മറ്റൊരു പ്രവേശന കവാടമായ ചെമ്പകത്ത് മോഡിലൂടെ സുരക്ഷാ പരിശോധനകൾ ഒഴിവാക്കി ക്ഷേത്രത്തിലേക്ക് കടക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ആദിത്യ വർമ്മയുമായി ബന്ധമുള്ള ചില വ്യക്തികൾ സുരക്ഷാ ക്രമീകരണം മറികടന്ന് ക്ഷേത്രത്തിൽ കയറുന്നു എന്നും സ്ഥിരമായി ചെമ്പകത്തുമൂട് പ്രവേശന കവാടത്തിലൂടെ കടക്കുന്നവരുടെ പേരുകളടക്കം വ്യക്തമാക്കിയുമാണ് ഈ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന് DGP റിപ്പോർട്ട് നൽകിയത്. ക്ഷേത്രത്തിലെ പൂവൊട്ടക കാണാതായി എന്ന് പരാതി ഉണ്ടായിരുന്നു. നിലവറ H-ൽ നിന്നാണ് പൂവൊട്ടക ക്ഷേത്രാവശ്യത്തിനായി എടുത്തത്. പിന്നാലെ ഇത് തിരിച്ചു വന്നുവെന്ന് മുതൽപ്പിടി വിശദമാക്കുകയും ചെയ്തു. എന്നാൽ ഇതിലൊന്നും അന്വേഷണമില്ലെന്നും റിപ്പോർട്ട് പറയുന്നു. 2 മാസം മുൻപാണ് DGP റിപ്പോർട്ട് തയ്യാറാക്കിയത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് വേണ്ടി ADGP S. ശ്രീജിത്താണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഈ റിപ്പോർട്ട് നൽകിയത്. ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ച 78 ഗ്രാം സ്വർണം നഷ്ടമായെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതിനു പുറമെ ക്ഷേത്രത്തിൽ ശ്രീകോവിൽ സ്വർണം പൂശാൻ പുറത്തെടുത്ത സ്വർണം കാണാതാകുകയും പിന്നീട് കണ്ടെത്തുകയും ചെയ്ത സംഭവത്തിൽ 1 വർഷമായിട്ടും അന്വേഷണം പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ മെയ്യിലായിരുന്നു സംഭവം നടന്നത്. ശ്രീകോവിൽ പതിപ്പിക്കുന്നതിനുള്ള കമ്പികളും തകിടുകളും സഞ്ചിയിലാക്കിയാണ് സ്ട്രോങ് റൂമിൽ നിന്ന് നിർമ്മാണം നടത്തുന്ന സ്ഥലത്ത് എത്തിച്ചത്. അതിനിടെയാണ് 107 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണക്കമ്പി കാണാതാവുന്നത്. CCTV പരിശോധിച്ചെങ്കിലും ചിലത് പ്രവർത്തിക്കാത്ത നിലയിലായിരുന്നു. അടുത്ത ദിവസം മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ സ്വർണ്ണക്കമ്പി മണലിൽ പുതഞ്ഞ നിലയിൽ കണ്ടെത്തി. ജീവനക്കാരെയും സ്വർണ്ണപ്പണിക്കാരെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് 8 പേരുടെ പട്ടിക തയ്യാറാക്കി നുണ പരിശോധനയ്ക്ക് അനുമതി തേടിയത്. എന്നാൽ ഫോർട്ട് പോലീസ് നടപടികൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. അതുപോലെ കവടിയാർ കൊട്ടാരത്തിൽ മാർച്ച് മാസത്തിൽ നടന്ന കോടികളുടെ മോഷണത്തിലും പോലീസിന്റെ അന്വേഷണം വഴിമുട്ടിയിരിക്കുകയാണ്. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് 2 കോടിയോളം രൂപ മൂല്യം വരുന്ന പൗരാണിക ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടതാണ് കേസ്. മോഷണത്തിന് കൊട്ടാരത്തിനകത്തു നിന്നും സഹായം ലഭിച്ചെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എങ്കിലും ആ അന്വേഷണം പിന്നീട് മുന്നോട്ട് പോയിട്ടില്ല. കൊട്ടാരത്തിലെ അംഗങ്ങളുടെയും ജീവനക്കാരുടെയും സ്ഥിരം അതിഥികളുടെയും മോഷണം നടന്നതായി പറയുന്ന കാലയളവിലെ കൊട്ടാരത്തിലെ സന്ദർശകരുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. നിലവിൽ കന്റോൺമെന്റ് ACക്കാണ് ഈ കേസിന്റെ അന്വേഷണ ചുമതല. കൊട്ടാരത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് 2ാം നിലയിൽ കിടപ്പുമുറിയിലെ ഇരുമ്പ് അലമാരയിലെ ലോക്കറിൽ നിന്നും ആഭരണം മോഷ്ടിച്ചതെന്ന് നേരത്തെ തന്നെ നിഗമനങ്ങൾ ഉണ്ടായിരുന്നു. സുരക്ഷാ ജീവനക്കാരും CCTVയുമുള്ള കൊട്ടാരത്തിൽ പുറത്തു നിന്നുള്ളവർക്ക് മോഷണം എളുപ്പമല്ലെന്ന് പോലീസും കരുതുന്നു. കള്ളൻ അകത്ത് തന്നെയാണോ എന്ന സംശയമുണ്ടെങ്കിലും വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. ഗൗരി ലക്ഷ്മിഭായിയുടെ അലമാരയിൽ നിന്നാണ് വജ്രാഭരണങ്ങളും പുരാതന സ്വർണ്ണശേഖരവും അടക്കം നഷ്ടമായത്. 40-ൽ അധികം ജീവനക്കാരും 4 കുടുംബങ്ങളുമാണ് ഈ കൊട്ടാരത്തിലുള്ളത്. 2025 നവംബറിൽ ബംഗളൂരുവിൽ പോകുന്നതിന് മുമ്പായി അലമാര തുറന്നപ്പോഴാണ് ആഭരണം നഷ്ടമായത് അറിഞ്ഞത് എന്നായിരുന്നു ഗൗരി ലക്ഷ്മിഭായി പോലീസിനോട് പറഞ്ഞത്. കൊട്ടാരത്തിൽ വിശദമായ പരിശോധന നടത്തിയിട്ടും ഇത് ലഭിക്കാതെ വന്നതോടെയാണ് പോലീസ് മേധാവിക്ക് പരാതി നൽകിയെന്നും അവർ വ്യക്തമാക്കി. അതോടെ കൊട്ടാരത്തിൽ നിന്നും ശേഷിക്കുന്ന ആഭരണങ്ങൾ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. കോടിക്കണക്കിന് രൂപ വിലയുള്ള ആഭരണങ്ങൾ രാജകുടുംബത്തിൽ നിന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കവർച്ച പോയപ്പോഴും മാധ്യമങ്ങളിലെ അന്തിച്ചർച്ചകൾ നടക്കുന്നത് വീണ തൈക്കണ്ടിയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ഒരു 1.5 ലക്ഷം രൂപ ഫ്രീസ് ചെയ്തതിനെ കുറിച്ചാണ്.